ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് ആക്സിലേറ്റർ കേബിൾ മാറ്റാം, ക്ലച്ച് കേബിൾ മാറ്റാം, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റാം. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്ററിന് കേബിൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ കേബിൾ കംപ്ലയിൻറ്റാണ്. ക്ലച്ച് കേബിൾ ഔട്ടർ പൊട്ടിയിട്ട് വലിഞ്ഞ് ക്ലച്ച് ലോഡായ അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ക്ലച്ച് കേബിൾ നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ എയർ ഫിൽറ്റർ മാറ്റുന്നേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്ലഗും കൂടി മാറ്റേണ്ട അത്യാവശ്യമുണ്ടോ. പിന്നെ നമുക്ക് ഓടിച്ചു നോക്കിയപ്പോൾ സ്പീഡോമീറ്റർ കേബിൾ വർക്കിംഗ് അല്ല. ഈ മീറ്റർ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ മീറ്ററിൻ്റെ ഈ മെക്കാനിസം അതിൻ്റെ ഉള്ളിൽ ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ നിലവിൽ വർക്കിംഗ് അല്ല. അത് മാറ്റി ഇടയ്ക്ക് ആ കേബിൾ മാറ്റിയിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോണ മീറ്റർ മെക്കാനിസം പിന്നീട് നമ്മളത് റെഡിയാക്കാനായിട്ട് നോക്കുന്ന സമയത്ത് മീറ്റർ മെക്കാനിസം സ്റ്റക്കായി പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കേബിൾ ഇട്ടാലും നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം മീറ്റർ മെക്കാനിസം കേബിൾ മാറ്റണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് തൽക്കാലം ചെയ്യുന്നില്ല. പക്ഷെ അത് മാറ്റാതെ റെഡി ആക്കാണ്ടിരിക്കുമ്പോൾ വന്നൊരു പ്രശ്നമാണ്, പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. മീറ്റർ മെക്കാനിസം കംപ്ലയിൻറ്റ് നമ്മൾ റെഡി ആക്കണമെന്ന് വിചാരിച്ചാലും അത് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ നമ്മൾ ആ മീറ്ററിൻ്റെ മെക്കാനിസം അടക്കം മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റം വർക്ക് ചെയ്യാതെ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്ലാവ് കാര്യങ്ങൾ വരും, തുരുമ്പ് പിടിച്ചോണം വന്നിട്ട് അത് സ്റ്റക്കായി പോകും. അതാണ് സംഭവിക്കുക കേട്ടോ. അപ്പോൾ അത് മാറ്റണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളത് തന്നെ അത് കൂട്ടിയിട്ടില്ല. ബാക്കിയത്തെ വർക്കുകളടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ആക്സിലേറ്റർ കേബിൾ നമ്മളിപ്പോൾ മാറ്റുന്നില്ല കേട്ടോ. കാരണം പ്രത്യക്ഷത്തിൽ വേറൊരു പ്രോബ്ലം തോന്നണില്ല. കംപ്ലയിൻ്റ് അതിൻ്റെ കംപ്ലയിൻ്റ് അല്ല, ക്ലച്ച് കേബിളിൻ്റെയാണ് കംപ്ലയിൻ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.